ഇനി നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ തേങ്ങി നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ഡിഫറൻസ് ആയിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഈ കേക്കിലേക്ക് തൈരും ചേർക്കും, വിനീഗറും ചേർക്കും, ബേക്കിംഗ് സോഡയും ചേർക്കും. ഈ കേക്കിലേക്ക് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ക്രീം ചീസ് കൊണ്ടാണ് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കുന്നത്. ചീസ് അല്ല, ക്രീം ചീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പം നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഓൾ പർപ്പസ് ഫ്ലോറോ അല്ലെങ്കിൽ മൈദപ്പൊടി ആയിരുന്നാലും മതി. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 1.5 കപ്പ് വേണം. ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. പിന്നെ തൈര് വേണം. തൈര് 1.25 കപ്പ് വേണം. ഞാനിവിടെ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ബട്ടറാണ്. ബട്ടർ 1/2 കപ്പ് വേണം. പിന്നെ മുട്ട വേണം. അതിന് വേണ്ടിയിട്ട് 2 മുട്ടയും വേണം. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്. വാനില എസൻസ് 1 ടീസ്പൂൺ വേണം. പിന്നെ വിനീഗറും വേണം, ബേക്കിംഗ് സോഡയും വേണം. വിനീഗർ 1 ടീസ്പൂൺ വേണം, ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ വേണം. ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേക്കിന്റെ ബാറ്ററിലേക്ക് ചേർക്കുന്നത്. ഞാനിവിടെ സാധാരണ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന വൈറ്റ് വിനീഗറാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് റെഡ് ഫുഡ് കളറാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. ഈ റെഡ് വെൽവെറ്റ് കേക്ക് ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു റെഡ് കളർ വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് കളറിനനുസരിച്ചിട്ട് റെഡ് ഫുഡ് കളർ ചേർക്കാം. പിന്നെ കൊക്കോ പൗഡർ വേണം. കൊക്കോ പൗഡർ 2 ടീസ്പൂൺ വേണം. ഈ തൈരും റെഡ് ഫുഡ് കളറും കൂടിയിട്ട് നിങ്ങൾ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ തൈരിന് നല്ല റെഡ് കളർ വരണം. കേക്ക് ബേക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ കേക്കിൻ്റെ കളറൊന്ന് ഫെയ്ഡ് ആവും. അപ്പോൾ അത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് കളർ ചേർക്കാം. ഈ കേക്കിലേക്ക് ഫ്രോസ്റ്റിങ്ങിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 225 ഗ്രാം ക്രീം ചീസ് വേണം. പിന്നെ ഐസിങ് ഷുഗർ വേണം. ഐസിങ് ഷുഗർ 3/4 കപ്പ് വേണം. പിന്നെ ഹെവി ക്രീം വേണം. ഹെവി ക്രീം 1 കപ്പ് വേണം. ഹെവി ക്രീം എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ കേക്ക് ആക്കാമെന്ന്. ഈ കേക്കിൻ്റെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മൈദപ്പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കുക. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുക. ഇപ്പോൾ കൊക്കോ പൗഡറും മൈദപ്പൊടിയും കൂടിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നീക്കി വയ്ക്കുക. ഇനി 1.25 കപ്പ് തൈരിലേക്ക് റെഡ് ഫുഡ് കളർ ചേർക്കുക. ഇപ്പോൾ ഈ തൈരിൽ ഫുഡ് കളർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നീക്കി വയ്ക്കുക. കേക്കിൻ്റെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് ബട്ടർ ചേർക്കുക. ബട്ടർ ചേർക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച ബട്ടർ ആയിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ച ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്ന ബട്ടർ പറ്റില്ല. ഇങ്ങനെ ഈ ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇതേപോലത്തെ ഒരു ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ പൊടിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും അത് ബട്ടറിൻ്റെ കൂടെ പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആവുക. ഇത് ഏറ്റവും തന്നെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പഞ്ചസാര എല്ലായിടത്തേക്കും തെറിക്കും. ഇത് ഹാൻഡ് മിക്സർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഓരോ മുട്ട വെച്ചിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. 2 മുട്ടയും കൂടി ഒരുമിച്ച് ചേർക്കണ്ട. ഈ 2ാമത്തെ മുട്ടയും ചേർക്കാം. ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ നല്ല ക്രീം പോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. 2 നുള്ളു ഉപ്പും ചേർക്കുക. ആയിട്ടൊന്ന് മിക്സ് ചെയ്യുക. കേക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ വാനില എസൻസും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്.
ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കണ കൊക്കോ പൗഡറും മൈദപ്പൊടിയും പിന്നെ തൈരും റെഡ് ഫുഡ് കളറും ഇത് രണ്ടും കൂടിയിട്ട് കുറേശ്ശെ മാറി മാറി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് മൈദപ്പൊടി കൊക്കോ പൗഡറും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ചേർക്കുക. ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബീറ്റർ വെച്ചിട്ട് 1 സെക്കൻഡ് ലോ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ നല്ല റെഡ് കളർ വേണം, എന്നാൽ മാത്രമേ കേക്കിന് നല്ല കളർ കിട്ടുള്ളൂ. അപ്പോൾ കേക്കിൻ്റെ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കണം. ഞാനിവിടെ സാധാരണ റൈസ് വിനീഗറാണ് ചേർക്കണത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിനീഗർ ചേർക്കുക, പ്ലെയിൻ ആയിട്ടുള്ള വിനീഗർ ചേർക്കണം. വേണ്ടിയിട്ടത് നീക്കി വയ്ക്കാം. ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക, 1 ടീസ്പൂൺ വിനീഗർ ചേർക്കുക. ചേർത്ത വഴിക്ക് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത വഴിക്ക് തന്നെ ആ കേക്കിൻ്റെ മിക്സിലേക്ക് ചേർക്കണം. ഇത് കേക്കിൻ്റെ മിക്സിലേക്ക് ചേർക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്ത വഴിക്ക് തന്നെ ഇത് നിങ്ങൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഞാനിവിടെ ഇതേപോലത്തെ 9 ഇഞ്ചിൻ്റെ 2 കേക്കിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ബട്ടർ നന്നായിട്ട് തേക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പറും വെക്കണം. ഇതിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിക്കുക. 2 പാനിലും സെയിം ആയിട്ട് ഒഴിക്കുക. ഇതൊന്ന് ടാപ്പ് ചെയ്യുക. അടുത്തതും ടാപ്പ് ചെയ്യുക. അത് കേക്ക് എപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോഴും അതിന് മുമ്പായിട്ട് ഇതേപോലെ ടാപ്പ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ടാപ്പ് ചെയ്യണത്. ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഞാനിവിടെ 360 ഫാരനൈറ്റിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി പോണത്. ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 22 മിനിറ്റ്സ് തുടങ്ങിയിട്ട് ഒരു 25 മിനിറ്റ്സ് വരെ എടുക്കും. നിങ്ങൾ സെൻറ്റിഗ്രേഡിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ 180 സെൻറ്റിഗ്രേഡിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കുക. ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ടാവും. ഈ കേക്ക് ഞാനിവിടെ 22 മിനിറ്റ്സ് വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തത്. ഈ കേക്ക് നന്നായിട്ട് തണുക്കണം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേക്ക് പതുക്കൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഈ കേക്ക് ഈ ട്രേയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. അത് എടുക്കാൻ പോണതിന് മുമ്പ് സൈഡിൽ നിന്ന് ഇങ്ങനെ പതുക്കൊന്ന് വിരിയിച്ച് കൊടുക്കണം. ഈ കേക്കിനെ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കേക്കിൻ്റെ മുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കേക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാ സൈഡും ഒരേ ലെവലാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരേ സൈഡ് കയറി ഇറങ്ങിയിട്ടിരിക്കും. ഇപ്പോൾ കേക്ക് ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ മറ്റേ കേക്കും എല്ലാ സൈഡും ഒപ്പായിട്ട് കറക്റ്റ് ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ കേക്കിലേക്കുള്ള ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് 225 ഗ്രാം ക്രീം ചീസ് ചേർക്കുക, 1/4 കപ്പ് ഐസിങ് ഷുഗർ ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ഏട്ടാതെ ഇങ്ങനെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഐസിങ് ഷുഗർ എല്ലായിടത്തേക്കും പറക്കും. ഇത് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഹെവി ക്രീം ചേർക്കാം. ഹെവി ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് കടയിൽ നിന്ന് ലൈറ്റായിട്ടുള്ള ക്രീമും വാങ്ങാൻ വേണ്ടി കിട്ടും. പക്ഷെ ലൈറ്റായിട്ടുള്ള ക്രീം പറ്റില്ല, ഇതേപോലെ ഹെവി ആയിട്ടുള്ള ഹെവി ക്രീം വേണം.
ഇനി ഇതും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇതേപോലെ നല്ല ക്രീം പോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ കേക്കിലേക്കുള്ള ഫ്രോസ്റ്റിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഈ കേക്ക് ഫ്രോസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു കേക്ക് എടുക്കുക. കേക്കിൻ്റെ മുകളിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കേക്ക് ലെവലാക്കിയിട്ടുണ്ടാവണം. ഇതിൻ്റെ മുകളിലേക്ക് ഫ്രോസ്റ്റിങ് വയ്ക്കുക. ഇനി അടുത്ത ലെയർ കേക്ക് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. കേക്കിൻ്റെ മുകളിലും ഫ്രോസ്റ്റിങ് വയ്ക്കുക. ഇപ്പോൾ കേക്ക് ഫ്രോസ്റ്റിങ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഈ കേക്കിൻ്റെ മുകളിലും സൈഡിലും കേക്ക് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. ആ കേക്കിൻ്റെ മുകളിൽ നിന്ന് ഏറ്റവും കട്ട് ചെയ്ത് മാറ്റിയത് പൊട്ടിച്ചത് ഇട്ടിട്ടാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മുകളിലും സൈഡിലും ഇട്ടേക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ കേക്കിൻ്റെ അടിയിലൊരു ബേസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേക്ക് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഒരു നല്ല കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ സിൽവർ പേപ്പർ ഒന്ന് കവർ ചെയ്തിട്ട് ബേസായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി കേക്ക് എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ മുകളിലെ ഫ്രോസ്റ്റിങ് മെൽറ്റായി പോകും.